ഹായ് ഫ്രണ്ട്സ്, എൻസൈക്ലോപിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ടോപ്പിക്ക് കാറ്ററ്റിന് വേണ്ടിയാണ് നമ്മൾ പ്രധാനമായും ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ചൈൽഡ് ഡെവലപ്മെൻറ്റ് അതിൻ്റെ പെഡഗോഗി എന്ന സെക്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സംഭരിച്ച എല്ലാ അറിവുകളും ആശയങ്ങളും ഇതിൽപ്പെടും. വെറും മാനസിക നിഘണ്ടുവല്ല, സമയകാലവുമായി ബന്ധവുമില്ല, വൈകാരികതയില്ല, സ്ഥലവുമായി ബന്ധമുണ്ടാകണമെന്നും ഇല്ല. താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണിത്? ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദ്യം. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് സെമാൻറ്റിക് സ്മരണയാണ് നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ദ്രിയ ചാലഘട്ടം ശിശു വികാസത്തെ സംബന്ധിച്ച് ആരുടെ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ദ്രിയ ചാലഘട്ടം ജീൻ പിയാഷെയുമായി ബന്ധപ്പെട്ടതാണ്. ശിശു വികാസ ഘട്ടങ്ങളിൽ പ്രതിരൂപാത്മക നിർദ്ദേശിച്ച വിദഗ്ധനായ വ്യക്തി ആരാണ്? അപ്പം ശിശു വികസന ഘട്ടങ്ങളിൽ പ്രതിരൂപാത്മക ഘട്ടം നിർദ്ദേശിച്ച വിദഗ്ധൻ ആരെന്നാണ് ചോദ്യം. ആരാണ്? ജേസ് ബ്രൂണറാണ് ഇത്തരം ഒരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ബോധനശാസ്ത്രങ്ങളിൽ വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ടത് ഏതാണ്? വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ട ഏതാണ്? നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണെങ്കിൽ നിങ്ങൾ കുറിച്ചെടുത്ത് പോവുക. അപ്പോൾ നിങ്ങളുടെ ഒരു നിലവാരം നിങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിയും. അപ്പോൾ വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഇതിൽ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദമാണ് വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, സൂക്ഷ്മ പേശി വികാസത്തിനായി ചെറിയ കുട്ടികൾക്ക് നിർദ്ദേശിക്കാവുന്ന പ്രവർത്തനം താഴെ പറയുന്നവയിൽ ഏതാണ്? ആ പ്രവർത്തനങ്ങൾ നോക്കാം. എ എന്ന് പറയുന്നത് ഗ്രൗണ്ടിലൂടെ അലക്ഷ്യമായി ഓടുക, ത്രിചക്ര സൈക്കിൾ ഓട്ടിക്കുക, ചെറിയ കത്രിക ഉപയോഗിച്ച് കടലാസ് മുറിക്കുക, വീതി കുറഞ്ഞ പാലത്തിലൂടെ എന്ത് ചെയ്യുക? നടക്കുക. നമുക്കിത് വായിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ആൻസർ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്ന ഏതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്? ചെറിയ കത്രിക ഉപയോഗിച്ച് എന്ത് ചെയ്യുക? കടലാസ് മുറിക്കുന്നതാണ് നമുക്കിതിൻ്റെ ആശയവുമായി പൊരുത്തപ്പെട്ടതായിട്ട് തോന്നുന്നത്, അല്ല ശരിയായ ഉത്തരമെന്ന് പറയുന്നത്. അടുത്തത്, കുട്ടികളുടെ മാനസികാവശ്യങ്ങളിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഒരു കുട്ടിയുടെ മാനസിക ആവശ്യങ്ങളിൽ പെടാത്തത് ഏതാണ് താഴെ പറയുന്നവയിൽ? ഭക്ഷണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പഠനത്തെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾക്ക് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം നൽകിയ സംഭാവന താഴെ പറയുന്നവയിൽ ഏതാണ്? ഒന്നാമത്തത് വ്യവഹാരവാദ സിദ്ധാന്തം, ബി എന്ന് പറയുന്നത് അറിവ് നിർമ്മാണം, സി എന്ന് പറയുന്നത് ആശയദാന രീതി, ഡി എന്ന് പറയുന്നത് അന്തർദൃഷ്ടി. അപ്പം ഇതുമായി ബന്ധപ്പെട്ടത് ഏതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം? ഏതാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്? അന്തർദൃഷ്ടിയാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അറിവിൻ്റെ ആർജനത്തിൽ ജീൻ പിയാഷെ 2 രീതികൾ നിർദ്ദേശിക്കുന്നു. അവ ഏതെല്ലാമാണെന്നാണ് നോക്കേണ്ടത്. ഒന്നാമത്തത് സഹകരണാത്മക പഠനം, ബി എന്ന് പറയുന്നത് ഐക്കോണിക് സ്റ്റേജ്, സി എന്ന് പറയുന്നത് സ്വാംശീകരണം, ഡി ചോദനം പ്രതികരണം. ഇതിൽ ശരിയായ ഉത്തരം എന്നാണ് നമുക്ക് നോക്കട്ടെ. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഇതിൽ സ്വാംശീകരണം ആണ്. അല്ലെങ്കിൽ എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, സ്വാംശീകരണം, സംസ്ഥാപനം. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത്, റെയ്മണ്ട് കാറ്റൽ ബുദ്ധിയെ 2 വിഭാഗങ്ങളാക്കി തിരിച്ചു. ഏതെല്ലാമാണെന്നാണ് ചോദ്യം. ഏതെല്ലാമാണ് 2 വിഭാഗങ്ങൾ? അദ്ദേഹം തരംതിരിച്ച 2 വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. ഏതൊക്കെയാണ്? ബി ആണ് ശരിയായ ഉത്തരം.
ക്രിസ്റ്റൽ ഇൻ്റലിജൻസ്, ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്. ഇതാണ് ശരിയായ ഉത്തരം. അടുത്തത്, അറിവിൻ്റെ സങ്കല്പനങ്ങളുടെ ആർജനം ശേഖരിച്ചു വയ്ക്കുന്ന ഘടകത്തെ ജീൻ പിയാഷെ എന്തെന്നാണ് വിളിച്ചത്? അറിവിൻ്റെ സങ്കല്പനങ്ങളുടെ ആർജവം ശേഖരിച്ച് വയ്ക്കുന്ന ഘടകത്തെ ജീൻ പിയാഷെ എന്തെന്നാണ് വിളിച്ചത്? സ്കീമ അല്ലെങ്കിൽ സംശീത രൂപം. അപ്പം സ്കീമ സംശീക രൂപം എന്നാണ്, അല്ലെങ്കിൽ സ്കീമ എന്ന് നമുക്ക് പറയാം. സ്കീമ എന്നാണ് അറിവിൻ്റെ സങ്കല്പങ്ങളുടെ ആർജനം ശേഖരിച്ചു വയ്ക്കുന്ന ഘടകത്തെ ജീൻ പിയാഷെ വിളിച്ചത്. അടുത്തത്, വിജ്ഞാന വികാസത്തെ വൈഗോട്സ്കി നിരീക്ഷിക്കുന്നത് എങ്ങനെയാണ്? വികാസത്തെ വൈഗോട്സ്കി നിരീക്ഷിക്കുന്നത് എങ്ങനെയാണ്? കുട്ടിയെ സാമൂഹികവും സാംസ്കാരികവുമായി അനുഭവങ്ങളുടെ ഫലമായി വികാസം സംഭവിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടതാണ് വിജ്ഞാന വികാസത്തെക്കുറിച്ച് വൈഗോട്സ്കിയുടെ വാക്കുകൾ. അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഇന്ന് ഇത്രയും കാര്യമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.